ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു മില്ലറ്റ് നൂഡിൽസ് ഉണ്ടാക്കിയാലോ. അപ്പം ഞാനിവിടെ സ്ലർപ്പ് ഫാമിൻ്റെ മില്ലറ്റ് നൂഡിൽസാണ് എടുത്തിട്ടുള്ളത്. അതിലിതാ നോ മൈദ ആൻഡ് നോട്ട് ഫ്രൈഡ് എന്നൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ എടുത്തിട്ടുള്ള മസാല വന്നിട്ട് മൈൽഡ് മസാലയാണ്. കുട്ടികൾക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള നൂഡിൽസ് കൊടുക്കണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അതിലേക്കുള്ള വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ഉള്ളിയും ക്യാരറ്റും ക്യാബേജും വെളുത്തുള്ളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിനുശേഷം എന്താ വെള്ളത്തിലോട്ട് നമ്മുടെ നൂഡിൽസ് ഒന്നിട്ട് വേവിച്ച് അതൊന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നീളത്തിന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളിയും ക്യാരറ്റും ക്യാബേജും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് വേണം സോട്ട് ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ നൂഡിൽസിൽ ഒരുപാട് വെജിറ്റബിൾസ് ഇങ്ങനെ വെന്ത് പോവണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കിട്ടിയാൽ മാത്രം മതി. നൂഡിൽസ് ഒരു 4 മിനിറ്റ്സ് മാത്രം കുക്ക് ചെയ്താൽ മതി എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എനിക്കിതൊരു 4 to 6 മിനിറ്റ്സോളം വേവിക്കേണ്ടതായിട്ട് വന്നു. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ വേവിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതിലുള്ള മസാല ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് മൈൽഡ് മസാലയാണ്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ഇവിടെ സോയാ സോസും ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്തു. ഇത് വെറും ഓപ്ഷണലാണ്. കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടാണെങ്കിൽ ജസ്റ്റ് ഈ മസാല മാത്രം ഇട്ട് നൂഡിൽസ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് കുറച്ച് സോസും കൂടെ ആഡ് ചെയ്തത്. ഇത് വെറും ഓപ്ഷണലാണ്. എന്നിട്ട് മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ട് നമ്മൾ നൂഡിൽസായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ലാസ്റ്റായിട്ട് കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ.